എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് പുതിയൊരു വീഡിയോസൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളായ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പം ഡെലിവറിക്ക് ശേഷം എന്തായാലും ഒരു ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഫസ്റ്റ് ഡേ കേട്ടോ. അപ്പോൾ ഈ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഒരു 90 days, അതായത് 3 മാസം ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മുടിയുടെ കോലം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ മുടി കൊഴിച്ചിൽ കാണിച്ചു തരാം. ഇങ്ങനെ ഓരോ കെട്ടുകളായിട്ടാണ് കേട്ടോ മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. എന്തായാലും ഹെയർ കെയർ ചാലഞ്ച് തുടങ്ങിയാലേ ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ രക്ഷയുള്ളൂ കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു ചാലഞ്ചിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ എനിക്ക് നഷ്ടമായിട്ടുള്ളതാണ് ഇവിടെയൊക്കെ നെറ്റി ഇങ്ങനെ കയറി വരികയാണ് കേട്ടോ. അപ്പോൾ ഈ കൊഴിഞ്ഞുപോയ ഭാഗത്തൊക്കെ ആ ഒരു റീഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ചാലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ? അപ്പോൾ നന്നായിട്ട് നെറ്റി കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഹെയർ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ആർക്കെങ്കിലുമൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ളവർക്കും അല്ലാതെ മുടി കൊഴിച്ചിലുള്ളവർക്കും അല്ലെങ്കിൽ നന്നായിട്ട് മുടി വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കും ഒക്കെ ഈ ഒരു ചാലഞ്ചിൽ എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, അപ്പം എന്തെങ്കിലും ഒരു ഹെയർ കെയർ ചാലഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ മുടിക്ക് കെയർ കൊടുത്ത് ഇത്ര കാലം കെയർ കൊടുക്കാതിരുന്ന ഒരാളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളൊരു റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി വെക്കണം. അപ്പോൾ എന്നാലേ നമ്മൾ പിന്നെ ഇട്ട് കൊടുക്കുന്ന പാക്കുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സ്കാൽപ്പിനുള്ളിലേക്ക് പോയിട്ട് ആ മുടിവേലികളിലേക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഫസ്റ്റ് ഡേ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് ഷാമ്പൂ വാഷ് ചെയ്യുകയാണ്. അപ്പം നന്നായിട്ട് താളിപ്പൊടിയോ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പൂസ് നിങ്ങൾ ഏത് ഷാമ്പൂ ആണ് യൂസ് ചെയ്യുന്നത് ആ ഷാമ്പൂ ഇട്ടിട്ട് നന്നായിട്ട് മുടിയൊന്ന് വാഷ് ചെയ്ത് സ്കാൽപ്പൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി വെക്കണം കേട്ടോ. അപ്പം കൂടാതെ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്പ്ലിറ്റ് എൻഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ മുടിയുടെ തുമ്പൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ എന്നോടൊപ്പം കുഞ്ഞിപ്പെണ്ണും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ബാബുജി? ബാബുജി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചാലഞ്ചിലൂടെ എന്തായാലും നിങ്ങളുടെ മുടി ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ പനങ്കുല പോലെ വളരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം അങ്ങനെയൊന്നും നടക്കത്തില്ലെന്ന് നിങ്ങൾ തന്നെ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തന്നെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം നമുക്ക് ഉള്ള മുടീനെ എങ്ങനെ നന്നായിട്ട് വൃത്തിയായിട്ട് കൊണ്ടുപോകാം, മുടി കൊഴിച്ചിൽ അകറ്റാം, അതുപോലെ തന്നെ മുടി നന്നായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം, ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാം. അത്രമാത്രമാണ് ഈ ഒരു ചലഞ്ചിൻ്റെ ഉദ്ദേശം കേട്ടോ. അപ്പം ചലഞ്ച് എടുക്കുന്നവരെ ഇന്ന് മെയിനായിട്ട് ചെയ്യേണ്ടത് മുടി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വയ്ക്കുക. അതായത് സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് ഷാമ്പു വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വയ്ക്കുക. കൂടാതെ നിങ്ങളുടെ മുടി കുറച്ച് കാലമായിട്ട് ട്രിം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഒന്ന് തുമ്പൊന്ന് ജസ്റ്റ് ട്രിം ചെയ്തിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ടാറ്റ കൊടുക്കടാ ആവിച്ചി, ടാറ്റ കൊടുക്കടാ ആവിച്ചി, ടാറ്റാ.